എന്ന് പറഞ്ഞപ്പോ ഇന്ന് വിഷയം എടുക്കാവോന്ന് ചോദിച്ചപ്പോ ഞാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഇന്നത്തെ ടോപ്പിക്ക് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള. ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രാവർത്തികമാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. ആദ്യം മദ്യാസക്തന്റെ ഒരു സ്വഭാവം ഒന്ന് വിശകലനം ചെയ്തുകൊണ്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഒരു മദ്യാസക്തന്റെ ചിന്തകള്, മദ്യാസക്തന്റെ പ്രവൃത്തികള് സാധാരണഗതി എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നാം സാധാരണ കേൾക്കുന്ന ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന പഴയ ആപ്തവാക്യത്തിന്റെ മൂല്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ എളുപ്പമാണ്. വർഷങ്ങളായി അത് ആവർത്തിച്ച് പറയപ്പെട്ടു വരുന്നതിന്റെ കാരണം പലതരത്തിലും പ്രയോജനപ്രദമായിട്ടുള്ളത് കൊണ്ടാണ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇത് ഈ സ്വാതന്ത്ര്യം പോലെ തന്നെ ഒരു സംഗതിയാണ്. നമുക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യം. ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് സ്വതന്ത്ര രാഷ്ട്രമായതുകൊണ്ട് നമുക്ക് എന്തിനും സ്വാതന്ത്ര്യം. വണ്ടി ഓടിച്ചു പോവാനാണെങ്കിൽ നമുക്ക് ഏത് റൂട്ടിലൂടെയും ഏത് വണ്ടിയും ഓടിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ലൈസൻസ് ഉണ്ടായാൽ മതി. പിന്നെ വണ്ടിക്ക് ബുക്കും പേപ്പറുകളും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ച് ഏത് വഴിയിലൂടെ പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള അവകാശമല്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വേറൊരാൾക്കും ഇതേപോലെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. എന്റെ പരിധി എന്ന് പറയുന്നത് എന്റെ പറമ്പിന്റെ അങ്ങേ അറ്റത്ത് എത്തിക്കഴിഞ്ഞാല് മറ്റേയാളുടെ പറമ്പാണ്. അപ്പൊ അതൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്ത് കടക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ജീവിക്കുക. നമുക്ക് എങ്ങനെയും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും അതേപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരെ ജീവിക്കാൻ വിടുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുമ്പോൾ നമുക്ക് കുടിയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയും. ഇതാണ് ഇതിന്റെ ചുരുക്കമുള്ളത്. അത് വരുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പങ്കുവെച്ച് നോക്കാം. ഏഴിലെ അംഗങ്ങളായ ഞങ്ങൾ കുടിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി ഈ ആപ്തവാക്യം ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നു. ഇടപെടുന്നവരിൽ ഞരമ്പ് രോഗമുണ്ടാക്കുന്ന ആളുകളുമായി പൊരുത്തപ്പെടാൻ അത് ഞങ്ങളെ സഹായിക്കുന്നു. ഇടപെടുമ്പോൾ പലപ്പോഴും മദ്യാസക്തരായിട്ടുള്ള ആൾക്കാർ, അവരുടെ മിക്കവാറും സൗഹൃദങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ആ സൗഹൃദങ്ങള് എപ്പോഴും നല്ല സ്മൂത്ത് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ചിലപ്പം പ്രതികരിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവരുടെയും ജീവിതത്തിലും അത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതായിരിക്കാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏതായാലും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ മദ്യപാന ചരിത്രത്തെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ സമയത്തും മദ്യപാനത്തിന്റെ പ്രശ്നം മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും കാണാൻ കഴിയും. ഈ ബന്ധങ്ങളിലാണ് മദ്യപാനം കൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ബന്ധങ്ങളാണ്. മറ്റ് പ്രശ്നങ്ങളില്ലെന്നല്ല. സാമ്പത്തിക പ്രശ്നങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങള്, ഇതാണ് പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ. അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് ബന്ധങ്ങളിലുള്ള പ്രശ്നം. അപ്പോൾ മദ്യപാനം എവിടെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബന്ധങ്ങളെയാണ്. അത് കുടുംബ ബന്ധങ്ങളെ, അത് സാമൂഹ്യ ബന്ധങ്ങളെയും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് കുടിച്ചു തുടങ്ങിയ സമയത്ത് നോക്കൂ. കൗമാരപ്രായത്തിൽ ബിയറും വൈനും കുടിച്ച് ഞങ്ങൾ നടത്തിയ പരീക്ഷണങ്ങൾ തികച്ചും സ്വാഭാവികമായി തോന്നപ്പെട്ടു. ആദ്യം കുടിച്ചപ്പോ ഒക്കെ വളരെ രസകരമായിരുന്നു. കാരണം സമപ്രായക്കാരായ മറ്റുള്ളവർ അങ്ങനെ ചെയ്തിരുന്നതിനാലും
ചെയ്തിരുന്നതിനാലും അവരുടെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതിനാലും അതിനെ തുടർന്ന് കുടി തുടരാനായി വിവാഹ സദ്യകൾ, വിരുന്നുകൾ, നാമകരണങ്ങൾ, സത്കാരങ്ങൾ, അവധി ആഘോഷങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങൾ, മദ്യസൽക്കാരങ്ങൾ, ബിസിനസ് ലഞ്ചുകൾ, ഇങ്ങനെ പട്ടിക ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവാം. ആ ആ സമയത്തൊക്കെ ഇതിനൊക്കെ നമ്മൾ പോയിരുന്നത് മിക്കവാറും സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, മദ്യപിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ കൂടെ മദ്യപിക്കാമെന്ന ഒരു ലക്ഷ്യമാണ് പലപ്പോഴും ഇത്തരം പരിപാടികളിലേക്ക് നമ്മളെ മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് പ്രചോദനമായത് എന്നുള്ള വിവരം നമ്മൾ അറിയാതെ പോവുക ചെയ്ത്. ഒരു കല്യാണത്തിന് പോവുക എന്ന് പറഞ്ഞാല് കല്യാണത്തിന് അത്യാവശ്യമാണെങ്കിൽ, അത്യാവശ്യമുള്ളവരാണെങ്കിൽ പോവാ, അതല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ പോവാതിരിക്കാം. നമുക്ക് അതിനേക്കാൾ വലിയ അത്യാവശ്യമുള്ള പരിപാടി ഉണ്ടെങ്കിൽ പോവാതിരിക്കാം. പക്ഷെ കുടിക്കുന്ന സമയത്ത് നമ്മളുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അവിടെ കുടി ഉണ്ടാവും എന്നുള്ളത് ഉണ്ടെങ്കിൽ ചിലപ്പം ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ച് ആ സൽക്കാരത്തിന് പങ്കെടുക്കാറുണ്ട്. വിരുന്നുകളോ എന്തെങ്കിലും പരിപാടി. അതേപോലെ തലേ ദിവസം പോവുക കല്യാണത്തിന്റെ അന്നല്ലേ സാധാരണ പോലെ. ഇനി തലേ ദിവസം രാത്രിയിൽ പോവും. അത് പോകുന്നത് അവിടെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും. ആ സൗഹൃദം പങ്കുവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തലേദിവസം രാത്രിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ കുറച്ച് സൗഹൃദം പങ്കുവെക്കണമെങ്കിൽ തലേദിവസം രാത്രി ഒരു രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ പോവും. പിന്നെ കുടിക്കുന്നവർ മാത്രം അവിടെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഒരു കുടിക്കുന്ന ഒരാളായിട്ട് കുറെ ആൾക്കാരുമായിട്ട് നല്ല വർത്തമാനം പറഞ്ഞ് രസകരമായി ഇരിക്കാൻ വേണ്ടി ഈ സൽക്കാരങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയും സൗഹൃദമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന്. ഈ അവസരങ്ങളിലെല്ലാം ഞങ്ങൾ കുടിച്ചതിന്റെ കാരണം ഭാഗികമായും മറ്റുള്ളവരെല്ലാവരും കുടിച്ചിരുന്നു എന്നതും ഞങ്ങൾ കുടിക്കണമെന്ന് അവരെ ആഗ്രഹിച്ചിരുന്നു എന്ന തോന്നലുമാണ്. എല്ലാവരും സുഹൃത്തുക്കളായ എല്ലാവരും കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ വെറുതെ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുടിച്ചു കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആണ് കുടിച്ചിരുന്നത്. അത് വലിയൊരു കുഴപ്പമില്ല, ആർക്കും വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഒരു സന്തോഷം ആ അവസരത്തിൽ കിട്ടി. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത്തരം ഒരു അവസരം വരുമ്പോൾ ആ തീരെ ഒഴിവാക്കാതെ ആ സന്തോഷം കിട്ടാൻ വേണ്ടി അടുത്ത പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നു. നല്ല ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഞങ്ങളിൽ തനിച്ചോ അല്ലെങ്കിൽ വല്ലപ്പോഴുമോ രഹസ്യമായോ മദ്യപിച്ചിരുന്നവർ പലപ്പോഴും അപ്രകാരം ചെയ്തത് ആരും ഞങ്ങൾ എത്രമാത്രം അല്ലെങ്കിൽ പതിവായി എത്ര കുടിക്കാറുണ്ടെന്ന് അറിയാതിരിക്കാനാണ്. ഈ സൗഹൃദ വേളകളിൽ കുടിക്കുന്ന സമയത്ത് എല്ലാവരും അറിയേണ്ടത് ഞാനൊരു മാന്യനായ കുടിക്കാരനാണ്. എനിക്ക് നിയന്ത്രിച്ച് കുടിക്കാൻ അറിയാം. എന്നിട്ട് നല്ല രസകരമായി കുടിച്ചു പോകുന്ന ഒരാളാണ് എന്ന് ആൾക്കാർ വിചാരിക്കാൻ വേണ്ടി ആ സഭയിലൊക്കെ മാന്യമായി കുടിക്കുകയും എന്നിട്ട് സ്വകാര്യമായി രഹസ്യമായിട്ട് വാങ്ങി വെച്ച് മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു ആഘോഷവേളയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ക്രിസ്മസ്, ഈസ്റ്റർ പോലെയുള്ള ദിവസങ്ങളിലൊക്കെ ആദ്യമൊക്കെ കുടിച്ച് എന്താ പറയാ വല്ലാതെ ഓവറാവുമായിരുന്നു. കാരണം എല്ലാ വീട്ടിലും ക്രിസ്മസ് കൂടാൻ പോകും. അപ്പൊ അവസാനമൊക്കെ ആയപ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ആ ദിവസം ഞാൻ വാങ്ങലില്ലായിരുന്നു. എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ. ആ ദിവസം ഞാൻ വാങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വീട്ടിൽ വെക്കും. എന്നിട്ട് ബാക്കിയുള്ള വീടുകളിലൊക്കെ പോയി വളരെ ലിമിറ്റ് ചെയ്ത് കുടിച്ച് മാന്യനായി ഭാവിച്ച് നടന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വെച്ച് കുടിക്കും. അങ്ങ് മറ്റുള്ളവർ കാണുന്നത് ഒരു മോശമായിട്ട്, അതായത് കുടിച്ചു ഉന്മത്തനാവുന്നത് കാണുന്നത് മോശമാണെന്നുള്ളത് കൊണ്ട് പുറമേയുള്ള കുടിയൊക്കെ മെല്ലെ മെല്ലെ കുറച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ സാധനം മെല്ലെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരാൻ തുടങ്ങിയത്. മുഴുവൻ കുടിച്ചിട്ടല്ല പോരുന്നത്. കാരണം മുഴുവൻ കുടിച്ചിട്ട് പോരുമ്പോ ഞാൻ വലിയ കുടിച്ചാടുന്ന ആളായിട്ട് മറ്റുള്ളവർ കണ്ടാൽ അത് മോശമല്ലേ
എന്ന ഒരു ഭയം കാരണം പിന്നീട് മെല്ലെ വാങ്ങി വെക്കാൻ തുടങ്ങി. മറ്റുള്ളവർ ഞങ്ങളുടെ കുടിയെപ്പറ്റി സംസാരിക്കുന്ന കേൾക്കാൻ ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. മിക്കവാറും ആൾക്കാരുടെ രീതി അതാണ്. അഥവാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തുടർന്നുള്ള വിമർശനവും പരാതിയും ഒഴിവാക്കാനായി ഞങ്ങൾ അവരോട് എപ്പോഴും ഞങ്ങളുടെ മദ്യപാനത്തിന്റെ ന്യായീകരണങ്ങൾ വിശദീകരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, നീ എന്താ അങ്ങനെ കുടിച്ചത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനൊക്കെ കൃത്യമായ ന്യായീകരണം കൊടുക്കുമായിരുന്നു. ന്യായീകരണത്തിന്റെ വളരെ വലിയ എന്താ പറയാ രാജാക്കന്മാരായിരുന്നു നമ്മളൊക്കെ. നമ്മള് ഗോപാലൻ ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 3 നായുടെ ആൾക്കാരാണ് നമ്മളത്. അതിലൊന്നാണ് ന്യായീകരണം. കുടിച്ച് ഓവറായി കഴിഞ്ഞാൽ, വല്ലാതെ ഓവറായി കഴിഞ്ഞാല് പിറ്റേ ദിവസം ആൾക്കാർ ചോദിക്കും, എന്താണ് നീ ഇന്നലെ കാണിച്ചതെന്ന് ചോദിച്ചാൽ അതിന് ഒരു ന്യായീകരണം പറയും. അതായത് അയാൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, അയാൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ആ സാധനം മോശമായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭക്ഷണം ശരിക്ക് കഴിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം പറയും. അവിടെ ഒന്നും ഞാൻ അമിതമായി മദ്യപിച്ചു ഇതുകൊണ്ടാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല. കാരണം മിക്കവാറും എല്ലാം ഔട്ട്സൈഡ് ആയിരുന്നു. യഥാർത്ഥത്തിൽ കാരണം ഇൻസൈഡ് ആണ്, നമ്മുടെ ഉള്ളിലായിരുന്നു. കുടിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ മാക്സിമം കുടിക്കുക, അതായിരുന്നു. അത് എന്റെ ഒരു പ്രകൃതമാണെന്ന് അംഗീകരിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെ മറ്റെന്തെങ്കിലും സംഭവത്തിന്റെ പ്രശ്നം കൊണ്ടാണ് കുടിച്ചത് എന്ന് ന്യായീകരിക്കുക. അത് ഒരു പ്രധാന സ്വഭാവമായിരുന്നു. രണ്ടാമത്തെ നായ എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുക. അതിപ്പോ ഒരു തവണ അങ്ങനെ കുടിച്ചല്ലേ ഉള്ളൂ, ഞാൻ എത്രയോ തവണ കുടിച്ച, പക്ഷെ ആ ഒരു സമയത്തല്ലേ, അതത്ര വലിയ കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരവൽക്കരിക്കും. പിന്നെ നിഷേധിക്കലാണ് മൂന്നാമത്തെ നാ. ഏയ് ഞാനങ്ങനെ ഒന്നും ആയിട്ടില്ല, ഞാനങ്ങനെ ഒന്നും കുടിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ആവാണ്ട് ശ്രദ്ധിക്കുക. ഹോസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, അൺമ്യൂട്ട് ആവുന്ന ആളുകളുടെ മൈക്ക് മ്യൂട്ടാക്കാൻ ശ്രമിക്കുക. താങ്ക് യു. വിജയമാഷ തുറന്നോളൂ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ നിഷേധിക്കുക. ഞാൻ അങ്ങനെ ഒന്നും കുടിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഒരാളെ അല്ല. ഞാൻ എപ്പോഴും വളരെ ലിമിറ്റ് ചെയ്ത് ന്യായമായി എന്താ പറയാ കുടിക്കുന്ന ഒരാളാണ്. പിന്നെ അന്ന് അങ്ങനെ സംഭവിച്ചത് അത് ഇങ്ങനെ കൊണ്ടാണ്, അത് എന്റെ കുഴപ്പമല്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നിഷേധിക്കുകയും ന്യായീകരിക്കുകയും നിസ്സാരവൽക്കരിക്കുക. അതിപ്പോ ഒരു പ്രാവശ്യം കുടിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താവാനാ എന്നുള്ളത്, അങ്ങനെ എപ്പോഴും അതിന്റെ ഒരു ന്യായം ഉണ്ടായിരുന്നു. മിക്കവാറും ഈ സൗഹൃദ വേളകളിലാണ് ഇത്തരം സംഗതികൾ കൂടി വരുന്നത്. ഞങ്ങളിൽ ചിലരെല്ലാം കുടിച്ചതിന് ശേഷം മറ്റുള്ളവരോട് തർക്കിക്കുകയോ അക്രമാസക്തരാവുകയോ ചെയ്യുന്നവരായിരുന്നു. എല്ലാവരും ഒന്നുമില്ല, ചിലര് തർക്കിക്കും. അന്നേരമാണ് ഇവരുടെയൊക്കെ വായിൽ നാക്കുണ്ടെന്നുള്ളത് മനസ്സിലാവാത്ത ഒരു സന്ദർഭം. ഈ കുടിച്ച് ഇത്തിരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അയാള് എല്ലാ ഡയലോഗുകളും തുടങ്ങും. അങ്ങനെ തുടങ്ങുന്ന ഡയലോഗുകൾ അയാളുടെ ക്യാരക്ടർ അനുസരിച്ചാണ് വരിക. അതായത് അയാളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരിക. എന്ന് വെച്ചാല് നെഗറ്റീവ് ചിന്തകളുമായിട്ട് നടക്കുന്ന ഒരാള് എപ്പോഴും കുടിച്ച് പൂസായി കഴിയുമ്പോൾ അയാളുടെ സുബോധത്തെ മദ്യം എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ ഉപബോധ മനസ്സിലുള്ള അയാളുടെ ചിന്തകൾ പുറത്തു വരും. ആ സമയത്ത് ചിലപ്പം ചീത്ത വാക്കുകൾ വരും. ആ ചീത്ത വാക്കുകൾ ഇയാളുടെ ഉള്ളിൽ അങ്ങനെ നെഗറ്റീവ് ചിന്തകളുടെ ഭാഗമായിട്ട് കിടക്കുന്നുണ്ടല്ലോ, അത് പുറത്തു വരാത്തത് ഇയാൾക്ക് ബോധമുള്ളത് കൊണ്ടാണ് ഇയാൾ പലപ്പോഴും പറയാത്തത്. അത് പറഞ്ഞാൽ ശരിയാവൂല, അത് പറയുന്ന ആരോടാണ്, അവരോട് ഇവരോടൊന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ട് പുറത്തു വരില്ല. പക്ഷെ ആ ബോധം അങ്ങോട്ട് നശിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഉള്ളിൽ നിന്ന് അത്തരം ചീത്ത വാക്കുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ
മറ്റേ ആള് അതിനേക്കാൾ സ്ട്രോങ്ങിൽ പുറത്തു ഇതേപോലെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അക്രമാസക്തനാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലപ്പോഴും ഈ അക്രമത്തിലേക്ക് നീങ്ങിയ ആൾക്കാരുമുണ്ട്. എന്നാൽ എന്ത് കാണിച്ചിട്ടും ഒരു പ്രശ്നമില്ലാത്ത പോകുന്ന ആൾക്കാരും ധാരാളമുണ്ട്. ഞാന് ചില സമയത്തൊക്കെ അക്രമാസക്തനാവുന്ന ഒരാളെ. ആ എന്നാൽ മിതമായി ഈ ഈ ഇതേ ആവുന്ന ആള് തന്നെ മിതമായി കുടിച്ചതിന് ശേഷം മറ്റു വ്യക്തികളുമായി കൂടുതൽ നന്നായി ഇണങ്ങി പോകാമെന്ന് ഞങ്ങളിൽ ചിലർക്ക് തോന്നി. അതേ ഞാൻ തീരുമാനിക്കുന്നു. കുടിച്ച് വല്ലാതെ ഓവറായത് കൊണ്ടാണ് ഈ അക്രമാസക്തനായത്. അതുകൊണ്ട് കുടി കുറച്ചാൽ ഡീസന്റ് ആയിട്ട് കുടിച്ചു പോരാൻ കഴിയും. എന്നാലോ കുടിസഭയിൽ അങ്ങനെ അല്ലല്ലോ. സഭയില് മിടുക്കനായ കുടിക്കാരൻ എന്ന് പറയുന്നത് നന്നായി കുടിക്കുകയും ഡീസന്റ് ആയി നടക്കുകയും ചെയ്യും. എത്ര കുടിച്ചാലും പൂസാവാത്ത, എത്ര കുടിച്ചാലും വണ്ടി ഓടിച്ചു പോകുന്ന, എത്ര കുടിച്ചാലും വീഴുകയും ചെയ്യാത്ത ഒരു ആളാണ് ഒരു കുടിസഭയിലെ ഏറ്റവും ഹീറോ. ഒരു ഹീറോ ആവാനുള്ള ഹീറോ പരിവേഷം കിട്ടാനുള്ള ഒരു ശ്രമമൊക്കെ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. ചില ആൾക്കാർ അങ്ങനെ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എത്ര കുടിച്ചാലും ഡീസന്റ് ആയിട്ട്. പക്ഷെ അത് നമുക്ക് പറ്റാത്തത് കൊണ്ട് പിന്നെ ചെയ്ത ശ്രമം എന്ന് പറഞ്ഞാൽ കുറെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് മെല്ലെ സ്ഥലം വിടുക. ഇണങ്ങി പോകാമെന്ന് ഞങ്ങൾക്ക് സൗഹൃദ സായാഹ്നങ്ങളിൽ പിരിമുറുക്കമുള്ള വിൽപ്പന ജോലിയിൽ തൊഴിൽദാതാവുമായുള്ള അഭിമുഖത്തിൽ ഏത് സാഹചര്യത്തിലും ലൈംഗിക വേഴ്ചയിൽ പോലും ഈ കുറച്ച് കുടിച്ചാൽ നന്നായിട്ട് ഈ പെർഫോം ചെയ്യാമെന്നുള്ള ഒരു ധാരണ രൂപീകരിച്ചു. അപ്പൊ കുടിക്കണ്ട എന്നല്ല, കുടിക്കണം, അത് കുറച്ച് കുടിക്കണം എന്ന്. ആദ്യമൊക്കെ കുടിക്കാൻ തുടങ്ങിയപ്പോ കുറെ കുടിക്കണം എന്നായിരുന്നു ചിന്തയെങ്കിൽ ഈ കുടി കുറച്ചൊരു പ്രശ്നമാവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ കുടി കുറയ്ക്കണം, കുടി നിർത്തണമല്ല, കുടി കുറയ്ക്കണം, കുടി കുറച്ചിട്ട് ഡീസന്റ് ആയിട്ട് നടക്കണം. ഇത് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണമുണ്ട് എന്നുള്ള ഒരു സിദ്ധാന്തമൊക്കെ രൂപീകരിച്ചു. അല്പമദ്യം എന്താ ബോധം തെളിയിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ആപ്തവാക്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ബുദ്ധി തെളിയിക്കുന്ന സാധനം ആണ് മദ്യം. നല്ല ഉന്മേഷം ഉണ്ടാക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ പറ്റുന്ന അല്പം മദ്യം കഴിക്കുമ്പോഴാണ്. ആൾക്കാരോട് വർത്താനം പറയാൻ പറ്റുന്ന മദ്യം കഴിക്കുമ്പോഴാണ്. അതൊക്കെ അല്പം കഴിക്കുകയാണെങ്കിൽ നല്ല ഡീസന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഒരു സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കിയിട്ട് അല്പം മദ്യം കഴിക്കാനുള്ള തീവ്രമായ ശ്രമമൊക്കെ നടത്തും. കുറച്ച് കഴിക്കാം. അങ്ങനെ എത്രയോ സ്ഥലങ്ങളില് അല്പം മദ്യം കഴിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത സ്ഥലത്തേ കയറിയിട്ടുള്ളൂ. ഞാൻ എത്രയോ പ്രാവശ്യം ബാറിൽ കയറിയിട്ട് അധികം കഴിക്കരുത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് നേരത്തെ ബാറിൽ കയറും. അതിനിട്ട് അവിടുന്ന് ഇരിക്കാതെ അവിടെ സ്റ്റാൻഡിങ്ങിൽ തന്നെ 2 2.5 3 പെഗ് അടിച്ച് നേരെ വീട്ടിൽ പോകാമെന്ന് കരുതി അങ്ങനെ കയറി അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അന്നേരം ഇത് സംഗതി പൂസായിട്ടുണ്ടാവില്ല. അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാല് കുറച്ചു നേരം കഴിഞ്ഞ് വണ്ടി കാത്ത് നിൽക്കുകയാണെങ്കിൽ ഒരെണ്ണം കൂടി അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വേറെ ഒരു ബാറിലേക്ക്, ആ ബാറിൽ കയറും. അപ്പോ ആ തീരുമാനം കുറച്ചു നേരത്തേക്കേ അത് നിലനിൽക്കുള്ളൂ. പിന്നെ അത് പൊളിഞ്ഞു പോവുക. അങ്ങനെ മദ്യപിക്കുന്ന നമ്മളുടെ ഒരു സ്വഭാവം മദ്യപാനത്തിന്റെ ഫലമായി പലരും തങ്ങളുടെ സ്നേഹിതരെ തിരഞ്ഞെടുത്തത് അവർ എത്രമാത്രം കുടിക്കുമെന്നതിനെ ആശ്രയിച്ചാണ്. വേറെ ഒരു സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ കുടിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത്. ഒരു പെഗ് അടിച്ചിട്ട് 2 പെഗ് അടിച്ചിട്ട് വീട്ടിൽ പോകുന്നവരൊന്നും കൂടെ കൂട്ടില്ല. കൂടുതൽ കുടിക്കുകയും നീറ്റായിട്ട് നടക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടത്. അവരുടെ മദ്യപാന ശൈലിയുമായി യോജിക്കാതെ വരുമ്പോൾ സ്നേഹിതരെ മാറ്റുക പോലും ചെയ്തു. ആ ടീം നമ്മൾ വിടും. അവരെ കുടിച്ചു കഴിഞ്ഞാൽ അലമ്പാവുക, കുടിച്ചു കഴിഞ്ഞാല് കുടിച്ചോണ്ടേയിരിക്കുക, അങ്ങനെ കുറച്ച് ഒരു നമ്മുടെയൊക്കെ ഒരു ഡീസൻസിക്ക് കണക്കാക്കി
അല്ലാതെ കുടിക്കുന്ന ആൾക്കാരെയൊക്കെ ടീമിനൊക്കെ വിട്ട് 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 നമ്മള് നല്ല കുടിയന്മാര്, ഡീസന്റ് ആയിട്ടുള്ള കുടിയന്മാരുടെ കൂടെ കുടിക്കാനുള്ള ഒരു തീരുമാനം എത്തുന്നു. എന്നിട്ട് പിന്നെ പിന്നെ അവര് ഒന്നിച്ച് കുടിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം എത്തുമ്പോ ഒരുപാട് പേരുടെ കൂടെ ആദ്യകാലത്തൊക്കെ കുടിച്ചിരുന്നെങ്കിലും അവസാനത്തെ കുടിയുടെ കാലം വന്നപ്പോഴേക്കും വളരെ കുറഞ്ഞ ആൾക്കാരായിട്ട് മാറിയിരുന്നു. ഏഹ് ഓ, പേരിന് ഒന്നോ രണ്ടോ പെഗ് മദ്യം കഴിക്കുന്നവരായിരുന്നില്ല കൂടെ കൂട്ടിയത്. അത്യാവശ്യം കഴിക്കുകയും വേണം, എന്നാൽ ഡീസന്റ് ആയിട്ട് നടക്കുകയും വേണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. തീർത്തും കുടിക്കാത്തവരെ നേരത്തെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇപ്പൊ ബന്ധങ്ങളില് ഈ പറഞ്ഞ വല്ലാത്ത ഒരു കുറവാണ് സംഭവിച്ചത്. ഇപ്പൊ മദ്യപിക്കുന്നതിന് മുമ്പ് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മദ്യപാനം കുറച്ച് തുടങ്ങി അതൊരു ആവശ്യ വസ്തുവായി മാറാൻ തുടങ്ങിയപ്പോഴേക്കും മദ്യപിക്കുന്നവർ മാത്രമായി സുഹൃത്തുക്കള്. ആ മദ്യപിക്കുന്ന ആൾക്കാർ തന്നെ ഒരുപാട് പേരെ ഘട്ടം ഘട്ടം ഘട്ടമായി പിന്തള്ളി പിന്തള്ളി അവസാനം ഈ നന്നായി മദ്യപിക്കുന്ന, ഡീസന്റ് ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരിലേക്ക് ബന്ധങ്ങൾ അങ്ങോട്ട് ചുരുങ്ങി പോയി. കുടിയോടുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ വിപരീതമായ പ്രതികരണം ഞങ്ങളെ കുറ്റബോധമുള്ളവരും കുപിതരുമാക്കി. ഈ ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരു കുടിയനായി പോയി എന്നുള്ളത് ശരിക്കും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാവാതെ വേണ്ടിയിരുന്നില്ല എന്ന് പിറ്റേ ദിവസം രാവിലെ തോന്നുന്ന തരത്തിലേക്ക് കുറ്റബോധമുള്ളവരെ. തലേ ദിവസം അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല ഈ കുടിയിൽ ഏർപ്പെട്ടത്. ആ അങ്ങനെ കുടിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ആയിപ്പോവുക. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു കുറ്റബോധം. അന്നേരമാണ് ശരിക്കും കയ്യിലുണ്ടായിരുന്ന പൈസ, പിന്നെ ആരോടെങ്കിലും കുളത്തിട്ടിട്ടെങ്കിൽ ആ വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ പിറ്റേ ദിവസം രാവിലെ. പിന്നെ നാണക്കേട്, നാണക്കേട് അവര് അറിഞ്ഞു ഇവരറിഞ്ഞു, ഈ നാണക്കേട് ഇങ്ങനെയുള്ള. അപ്പൊ നമ്മളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റ രീതി അല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം രാവിലെ വല്ലാത്ത കുറ്റബോധം ഉണ്ടാവുകയും ചെയ്തു. അല്ലാതെ ആ കുറ്റബോധം വരുന്നോട്, അല്ലെങ്കിൽ അതാണ് ഒരു ടൈപ്പ്. പിന്നെ വേറെ ചില ആൾക്കാര് ദേഷ്യം ഉള്ളവരാക്കി. കുടുംബത്തിലും ഒക്കെ വല്ലാതെ ദേഷ്യം ഉണ്ടായി. അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിലെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ ഒക്കെ ഇതിനോടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികരണം തുടങ്ങും. ഈ എന്തെങ്കിലും കുറ്റം പറയാനോ ചീത്ത പറയാനോ ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഭയങ്കരമായ ദേഷ്യം വരാൻ തുടങ്ങി. വീട്ടുകാരോടൊക്കെ ദേഷ്യം വരുന്നു. മര്യാദയ്ക്ക് ജോലിക്ക് എത്താത്തത് കൊണ്ട് തന്നെ ജോലി സ്ഥലത്തുനിന്ന് അവിടുന്ന് മേധാവികളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവരോടും ദേഷ്യം പിടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സഹപ്രവർത്തകരോടോ ഒക്കെ ദേഷ്യം പിടിക്കുന്നു. കുടിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, എന്റെ കുടി ശരിയായ രീതിയിലല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോടൊക്കെ വല്ലാതെ ദേഷ്യം വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഒക്കെ സംഭവിക്കുന്നു. ചിലർക്കാണെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആളുകൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി, എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാണ് എന്റെ കാര്യം നോക്കുന്നത്? ഇവരുടെ ഒന്നും പൈസക്കല്ലല്ലോ ഞാൻ കുടിക്കുന്നത്, ഞാൻ അധ്വാനിച്ചിട്ടല്ല ഞാൻ കുടിക്കുന്നത് എന്ന ഒരു ന്യായം നിരത്തിക്കൊണ്ട് അവർക്കൊക്കെ അവരുടെ കാര്യം നോക്കിയാൽ പോരെ എന്നിടയ്ക്കൊക്കെ ആഗ്രഹിച്ചു പോവുകയും ചെയ്യും. എല്ലാവരും എന്റെ നേരെ നോക്കും, എന്നെ കുറ്റം പറയുന്നു, എന്നെ വഴക്ക് പറയുന്നു, എന്നെ കളിയാക്കുന്നു. ഇങ്ങനെ വല്ലാത്തൊരു ഫീലിങ്ങിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ ഈ ഞങ്ങളെ വിമർശിച്ചിട്ടില്ലാത്ത ആളുകളുടെ നേർക്ക് പോലും പലപ്പോഴും ഞങ്ങൾക്ക് കോപവും ഭയവും തോന്നി. ഈ കുറെ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ ഉള്ളില് അതൊരു ഒരു സ്ഥിരം സംഭവമായി മാറി. അവരോട് ഒരു നെഗറ്റീവ് പ്രതികരണം. അത് ആ പ്രതികരണം നമ്മളോട് നല്ലപോലെ നിൽക്കുന്ന ആൾക്കാരോട് പോലും അത് വരാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു നീരസം, ഈ കോപം ഒരു ജനറൽ സ്വഭാവമായിട്ട് മാറുകയും
അപരാധ ബോധത്താൽ ഞങ്ങൾ ചുറ്റുമുള്ളവരുടെ തൊട്ടാവാടി സ്വഭാവത്തോടെ പ്രതികരിക്കാനും തുടങ്ങി. ഇപ്പൊ നമ്മുടെ പ്രതികരണം മോശമായി തുടങ്ങി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ കയറി ഉടക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് മെല്ലെ മാറി ഞങ്ങൾ ഓരോരോ രഹസ്യ വിരോധങ്ങൾ ഉള്ളിൽ വെച്ച് താലോലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അയാളെ ശരിയല്ല, ഇയാളെ ശരിയല്ല, അയാൾ അങ്ങനെയാണ് എങ്ങനെയാണ്, എന്നിട്ട് ഇവരോടൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കണക്ക് ചോദിക്കണം എന്നൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ തോന്നലുകൾ ഉണ്ടായി. ഒരവസരം കിട്ടുമ്പോ അവരോട് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. വിജയൻ ഇപ്പൊ മാഷല്ലോ. തന്നെ ഹലോ 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 കേൾക്കാം മാഷെ, കേൾക്കാം. അവരുടെ മൈക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, കേക്കാലോ? ആ കേൾക്കാം വിജയ മാഷ, സംസാരിച്ചോളൂ. സോറി, ഞാൻ ഓക്കെ. രണ്ട് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത. ആ ഓക്കെ. അങ്ങനെ ആണ് ഒരു കുടിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറേ സ്വഭാവങ്ങളോട് കൂടിയായിരുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ബാറുകൾ മാറി കയറി നോക്കി, ജോലി മാറി നോക്കി, അല്ലെങ്കിൽ താമസ സ്ഥലം മാറി നോക്കി. ഇപ്പൊ കുടി ഇത്തിരി കൂടി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അതിനെ ഒഴിവാക്കാനല്ല ആദ്യമൊക്കെ ശ്രമിച്ചത്. ഇതിന്റെയൊക്കെ കാരണം ഈ ഔട്ട്സൈഡിലുള്ള ഈ ആൾക്കാർ. ഞാൻ എത്രയോ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്, എന്റെ നാട് വേനപ്പാറ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വലിയ കുടിയനായത്. കാരണം വേനപ്പാറയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ അങ്ങാടി, ഈ നാട് വിട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ വൈകുന്നേരം അങ്ങാടിക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. എവിടെയെങ്കിലും നിൽക്കുക, എന്നിട്ട് അവിടെ നിന്ന് രണ്ടെണ്ണം അടിക്കുക, എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വരിക, അങ്ങനെയൊക്കെ ശ്രമം നടത്തി. ഇത് മൂന്നാമത്തെ ശ്രമം നടത്തി നോക്കിയത് വീട്ടിൽ കൊണ്ടുവച്ച് അടിക്കാം. അതാണ് ഏറ്റവും രസകരമായ ഒരു ഒരു അടി എന്ന് പറയുന്നത്. വാങ്ങി വീട്ടിൽ വെച്ച് അത് ഒരു പ്രാവശ്യമേ അത് നടന്നിട്ടുള്ളൂ. ഒരു ലിറ്റർ വാങ്ങിക്കൊണ്ട് വെച്ച ഒരാഴ്ച അടിക്കാൻ തീരുമാനിച്ചതാ. പക്ഷെ രണ്ടാമത്തെ ദിവസം അത് തീർന്നുപോയി. അപ്പൊ അതുകൊണ്ട് അതും പരാജയപ്പെട്ടു. അങ്ങനെ ഈ സൗഹൃദങ്ങളൊക്കെ മോശമായി വന്നപ്പോഴാണ് കുടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. ഞങ്ങളെ കൂടാതെ വളരെയധികം ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു പരിധി വരെ ഞങ്ങളുടെ കുടിയുമായി പങ്കുണ്ടായിരുന്നു. കുടിക്കാത്ത ആൾക്കാരുമായിട്ട് കുടിയുമായിട്ട് പങ്കുവരുന്നത്, കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെന്നില്ലല്ലോ. വീട്ടിലുള്ളവരുമായിട്ടും നാട്ടിലുള്ളവരുമായിട്ടും ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് അത് വഴുതി വീണുണ്ട്. ഇങ്ങനെ ഉള്ള അതാണ് പശ്ചാത്തലം കുടിയുടെ. അങ്ങനെ കുടി നിർത്തി ഏല ആദ്യമായി കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച കുടിയന്മാരെയാണ്. ഇതാണ് ആ കുടിസഭയില് സൗഹൃദത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും കുടിക്കാൻ പോയത്. പക്ഷെ ആ സൗഹൃദ വേളകളിലൊക്കെ തന്നെ ഈ പല ആൾക്കാരും യോജിക്കാത്ത ആൾക്കാരാണ്. നമ്മളോട് ഒരുമാതിരി കൊനിഷ്ഠ വർത്താനം പറയുകയും ഒപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും അവസാനം കൂടെ എതിർത്ത് സംസാരിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും വല്ലാത്ത ഒരു ഫീലിംഗ് ആണ്. പക്ഷെ എന്നാലും കുടിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുമായിട്ട് പിന്നെയും പൊരുത്തപ്പെട്ട് പിറ്റേ ദിവസം കുടിക്കാൻ പോയിട്ട് എത്രയോ തവണ എന്നെ പറ്റിച്ച എനിക്ക് എന്റെ അടുത്ത് കണക്കൊക്കെ ഉണ്ട്. 5-8 തവണയെങ്കിലും എന്നെ എല്ലാ തരത്തിലും പറ്റിച്ച ആളായിട്ട് പോലും അവസാന കാലത്ത് ഞാൻ കുടിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒരാളില്ല, വേറെ അധികം ആളില്ല. പിന്നെ ഉള്ളത് അവൻ തന്നെയാണ്, അവര് തന്നെയുള്ളു. അപ്പൊ അവരുടെ കൂടെ അല്ലാണ്ട് ഏതായാലും കുടിക്കാൻ പോകാൻ ആള് വേണം. പിന്നെ അയാളുടെ കൂടെ തന്നെ പിന്നെയും കുടിക്കാൻ പോയിട്ട് എന്നാല് ഒന്നും കുടിക്കാത്തൊരവസ്ഥയാണെങ്കിൽ ഒരിക്കൽ നമ്മളെ പറ്റിച്ച ഒരാളുടെ കൂടെ പിന്നെ പോകാൻ സാധ്യത കുറവാണ്. പക്ഷെ ഈ അവസരത്തിൽ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് വീണ്ടും
അയാളോട് ഭയങ്കരമായ, എന്നിട്ട് അന്ന് അതിന്റെ ന്യായം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, കുടിക്കുന്ന സമയത്ത് എത്ര തെറ്റിയാലും പിറ്റേ ദിവസം ലോഹ്യാവും എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. അതിന്റെ കാരണം ഈ എയിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. മറ്റു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. കുടി നിർത്തി ആദ്യമായി എയിൽ കടന്നു വന്നപ്പോ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച കുടിയന്മാരാണ്. ഈ ആളുകളെ കണ്ടത് വലിയൊരു ആശ്വാസമായിരുന്നു. അവർക്ക് ഞങ്ങളോടുള്ള പ്രതികരണത്തിൽ വിമർശനമോ സംശയമോ ഇല്ലായിരുന്നു. അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നവരും ഞങ്ങളോട് താല്പര്യമുള്ളവരുമായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വലിയൊരു ചേഞ്ച് ഫീൽ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം സൗഹൃദം എപ്പോഴും നമ്മളെ ഒരു കുറ്റക്കാരനാക്കി, നമ്മളൊരു മോശക്കാരനാക്കി ലേബൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു സമൂഹത്തിന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും നിർവാഹം ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം അവരുടെ കൂടെ തന്നെ പോയി കുടിക്കുക, വേറെ ഇല്ലല്ലോ. എന്നിട്ട് വീണ്ടും ബഹളം ഉണ്ടാക്കിയിട്ട് വരിക, പിറ്റേ ദിവസം രാവിലെ വീണ്ടും കുറ്റബോധം ഉണ്ടാവുക, എന്നിട്ട് അന്ന് വൈകുന്നേരം വീണ്ടും അവരുടെ കൂടെ പോയി കുടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു സമയത്താണ് കുടിയൊക്കെ നിർത്താൻ തീരുമാനിക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ വരികയും ചെയ്തു. ഇവിടെ വന്നപ്പോ ഇവിടെ ആരും കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ കുടിക്കുമായിരുന്നോ എന്ന് പോലും ആരും ചോദിച്ചില്ല. നീ എത്ര കുടിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നില്ല. നീ വല്ല ബഹളം ഉണ്ടാക്കിയായിരുന്നു എന്ന് ചോദിക്കുന്നില്ല. ആൾക്കാരോട് ബഹളം ഉണ്ടാക്കിയോ, പോലീസ് കേസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഒന്നും ചോദിക്കുന്നില്ല. ഒരു കാര്യം മാത്രമല്ല, ഒരു നല്ല സൗഹൃദം, വിമർശനമില്ല, സംശയമില്ല. ഇന്നലെ കുടിച്ചോ, കുടിച്ചിട്ടാണോ വന്നത്, ആ കാര്യത്തിലും സംശയമില്ല. മണത്ത് നോക്കാൻ വരുന്നില്ല. നീ കുടിക്കാതെയാണോ വന്നത്, കുടിച്ചിട്ടാണോ വന്നതെന്ന് ഉറപ്പുവരുത്താൻ ആരും അടുത്തേക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസ്യതയുള്ള ഒരു സ്ഥലമായിട്ട് അത് ഫീൽ ചെയ്തു. അതാണ് ആകർഷിച്ച ഒരു സംഗതി. അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നവരും ഞങ്ങളുടെ താല്പര്യമുള്ളവരായിരുന്നു. നമ്മൾ കുടിക്കാതിരിക്കുന്നതിനോടുള്ള അവരുടെ താല്പര്യം കാണുമ്പോൾ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസമായി. ശരിക്കും എന്താ പറയാ, എല്ലാ ബന്ധങ്ങളും പോയി എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളോട് ഇഷ്ടമുള്ള, നമ്മളെ കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കണ്ടപ്പോ ആ കൂടെ അങ്ങ് നിൽക്കാൻ തോന്നി. അന്നേരമാണ് ഇത് ഇവിടെ മാത്രമല്ല ഗ്രൂപ്പ്, അവിടെയുണ്ട് ഇവിടെയുണ്ട് ഗ്രൂപ്പ് എന്ന് അറിഞ്ഞപ്പോ ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ അതിശീഘ്രം പായാൻ തുടങ്ങി. അങ്ങനെ അവിടെ ചെന്നപ്പോ അവിടെയും ഇതേപോലെ നല്ല സ്വീകരണം കിട്ടും. അപ്പൊ അപ്പുറത്തെ ഗ്രൂപ്പിൽ ചെന്നപ്പോ അവിടെയും സ്വീകരണം കിട്ടും. അങ്ങനെ ഗ്രൂപ്പുകൾ മുഴുവനും മാറി 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 ചെന്നപ്പോഴൊക്കെ നല്ല ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ കുറച്ചു കാലം പോയി കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തില് മനസ്സിലായത് ഇത് വേറെ ഒരു ലോകമാണ്. ഇത് ഇവിടുത്തെ സ്ട്രാറ്റജി തന്നെ വേറെയാണ്. ഇവിടെ സൗഹൃദം, ഞാൻ കുടിക്കാതിരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ടീമാണ് ഞാൻ. ഇവിടെ കുറ്റം പറയുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരു ടീമാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇതിനോട് ഒരു ഇഷ്ടം തോന്നിയത്. അങ്ങനെയാണ് ഞാൻ നാട് വിട്ടു പോയാൽ കൊള്ളാമെന്ന് വിചാരിച്ച എന്റെ വേനപ്പാറയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് തിരുവമ്പാടി എന്ന് പറയുന്ന അവിടെയുള്ള ധന്യ ഗ്രൂപ്പിൽ പോവുകയാണ്. 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ ദിവസവും വൈകുന്നേരം അവിടെ പോകുന്നു, മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവിടെ പോയി ആൾക്കാരുമായിട്ട് സംവദിക്കുന്നു, ഏകാരായിട്ട് സംവദിക്കുന്നു, തിരിച്ചു വരുന്നു. കുറെ കാലത്തേക്ക് ഞാൻ ഈ വേനപ്പാറ അങ്ങാടിയിൽ ഇറങ്ങാതിരിക്കും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോ ഞാൻ മെഡലൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ഒരു വിശ്വാസം വരികയും, എന്റെ നാട്ടില് ആൾക്കാരൊക്കെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞപ്പോ അത് മനസ്സിലാക്കിയ ആൾക്കാർ ഓരോരുത്തരായിട്ട് ചോദിക്കുകയും എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയും, അങ്ങനെ പിന്നെ അവരോടൊക്കെ ഞാൻ പറയുകയും അതിൽ 1-2 പേര് എന്റെ കൂടെ വരികയും അവരിൽ മദ്യപാനം നിർത്തിയും, അങ്ങനെ എന്റെ വേനപ്പാറയില് ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങുകയും ഒരു 10-26ഓളം പേര് ഇവിടെ നിന്ന് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അവിടെ അതിന്റെ ഒരു കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആ കൂട്ടായ്മയിൽ ചെന്നപ്പോ എൻ്റെ ഒരു മനസ്സിന് കിട്ടിയ ഒരു വലിയ ആശ്വാസമാണ്, ഒരു സൗഹൃദമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. 10:45 അടുത്ത വിഷയാവതരണത്തിലേക്ക് എത്തുകയാണ്. ഏതായാലും സൗഹൃദമാണ് രണ്ടിടത്തും ഉണ്ടായിരുന്നത്. കുടിക്കണ സമയത്തും സൗഹൃദം, ആൽക്കഹോളിക്സ് അനോണിമസ് വന്നപ്പോൾ സൗഹൃദം. കുടിക്കണ സമയത്തുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ വലയം കുറഞ്ഞു കുറഞ്ഞു വന്നെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് സൗഹൃദം വളർന്ന് ഇപ്പൊ ദാ ഈ ഗ്രൂപ്പിൽ ഞാനെത്തി. ഈ ഗ്രൂപ്പിൽ വന്നപ്പോ ഈ ഗ്രൂപ്പിൽ എത്രയോ ആൾക്കാര്, അവര് ഏതൊക്കെയോ രാജ്യങ്ങളിലുള്ള ആൾക്കാർ, എത്രയോ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ സംവദിക്കാൻ ഒരു അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമല്ല. ആ ഭാഗ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു ബാനറിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ നമുക്ക് നേടിത്തന്നത് എൻ്റെ ജീവിതമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ ജീവിതം ഉണ്ടാക്കി തന്നത് സൗഹൃദമാണെന്ന് തിരിച്ചറിയുന്നു. ആ സൗഹൃദത്തിന് വഴിയൊരുക്കി തന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ മഹത്തായ ഈ കൂട്ടായ്മയാണെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ കൂട്ടായ്മ നിലനിൽക്കണം, സൗഹൃദം നിലനിൽക്കണം. എങ്കിൽ ആദ്യം ഞാൻ മദ്യപിക്കാതെ നിലനിൽക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി തന്ന കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഇത് കേട്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വിജയമാഷ്. താങ്ക് യു വെരി മച്ച്. അടുത്ത് നമുക്ക് പെട്ടെന്ന് ആർക്കെങ്കിലും വിജയമാഷ് പറഞ്ഞ കാര്യത്തെ പറ്റി സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പിട്ട്